ഹായ് വെൽക്കം ടു മാറ്റ്കം. മാറ്റ്കമിന്റെ മറ്റൊരു ക്യാപ്സൂൾ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്തമാറ്റിക്സ്, അതിനകത്ത് കോണിക് സെക്ഷനിൽ നിന്നുള്ള ഒരു പാർട്ട് എലിപ്സ് അല്ലെങ്കിൽ ഹൈപ്പർബോള അല്ലെങ്കിൽ സർക്കിള് അല്ലെങ്കിൽ പാരബോള. ഈ നാലെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരിടത്തിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായും ചോദിക്കാം. എലിപ്സിൽ നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും അതിന് ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. ചോദിച്ചാൽ ഷോർട്ട് ആയിട്ട് നമുക്ക് 4 മാർക്ക് നേടാനായിട്ട് സാധിക്കും. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ ഫോസൈ, വെർട്ടിസസ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് ആൻഡ് ലാറ്റസ് റെക്ടം ഓഫ് ദി എലിപ്സ്. ഇത് ചോദിക്കാത്ത കാര്യങ്ങൾ കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാവും. കാരണം അതാണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ അതുകൂടി നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറയണം. നമുക്ക് 2 രീതിയിലുള്ള എലിപ്സുകളാണുള്ളത്. ഒന്നാമത്തെ എലിപ്സ് എന്ന് പറയുന്നത് അതിന് ജനറൽ ഇക്വേഷൻ x² + y² / b² = 1. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് എപ്പോഴും മേജർ ആക്സിസിലായിരിക്കും. അതായത് x² / a² എന്നാണ് ഇക്വേഷൻ എങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ് മേജർ ആക്സിസ് എന്നാണ്. മേജർ ആക്സിസ് എന്നാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. എപ്പോഴും എയുടെ വാല്യൂ എന്ന് പറയുന്നത് ബിയുടെ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. എ എവിടെയാണോ വരുന്നത് അതാണ് മേജർ ആക്സിസ്. ഇവിടെ എക്സിന് താഴെ എ വരുന്നത് കൊണ്ട് എക്സ് ആണ് മേജർ ആക്സിസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് എക്സ് ആക്സിസ് എങ്കിൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരത്തേക്കാൾ കുറവാണ്. അതായത് ഈ പറയപ്പെടുന്ന എക്സ് ആക്സിസിലുള്ള എലിപ്സിന്റെ ആക്സിസിന്റെ നീളം എന്ന് പറയുന്നത് വൈ ആക്സിലുള്ള ആക്സിസ് നീളത്തേക്കാൾ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ എക്സ് ആക്സിസ് ആണ് ഇവിടുത്തെ മേജർ ആക്സിസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ചോദിച്ചു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ ബേസിക്കലി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് കോൾഡ് ഒറിജിൻ. സോ ദ കോർഡിനേറ്റ് വിൽ ബി 0, 0 ആണ് കോർഡിനേറ്റ് ആയിട്ട് വരിക. ദെൻ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എ എന്നും എക്സ് എന്ന് പറയുന്ന മേജർ ആക്സിസ് ആയതുകൊണ്ട് ഇതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് a,0 എന്ന് വരും. ഈ പോയിന്റ് എന്ന് പറയുന്നത് നേരെ നെഗറ്റീവ് -a,0 എന്ന് വരും. അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള നീളം എന്ന് പറയുന്നത് 2a ആയിരിക്കും. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് നീളം എന്ന് പറയുന്നത് 2a ആയിരിക്കും. ഈ 2a എന്ന് പറയുന്നതാണ് മേജർ ആക്സിസിന്റെ ലെന്ത്. 2a എന്നത് ദിസ് ദി ലെന്ത് ഓഫ് ദി മേജർ ആക്സിസ്. മേജർ ആക്സിസ് ഇതാണ് മേജർ ആക്സിസിന്റെ ലെന്ത് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നിന്ന് ഇവിടം വരെ, സോ ഈ ഒരു കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0,b എന്ന് വരും. കാരണം y ആക്സിസിൽ എപ്പോഴും എഴുതുമ്പോൾ ആദ്യം നമ്മൾ x ആക്സിൽ എഴുതും, y ആക്സിസ് രണ്ടാമത് എഴുതും. അതുകൊണ്ടാണ് 0,b വന്നത്. ഇതെന്ന് പറയുന്നത് 0,-b വരും. സോ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 2b എന്ന് പറയുന്നത് മൈനർ ആക്സിസിന്റെ ലെന്ത് ആയിരിക്കും. സോ ലെന്ത് ഓഫ് ദ മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2a കിട്ടും. ലെന്ത് ഓഫ് ദി മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2b വരും. ക്ലിയർ? സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് നോക്കാം. തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ? x² / 25 + y² / 9 = 1. നമ്മളിവിടെ നോക്കിക്കേ, ഇവിടെ ഏതിന് താഴെയാണ് ഡിനോമിനേറ്റർ ആണ് വലുത്? എക്സിന് താഴെ ഡിനോമിനേറ്റർ ആണ് വലുത്. സോ അതായത് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് x² / a² + y² / b² = 1. രണ്ടുകൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. a² എന്ന് പറയുന്നത് 25 ആണ്. അതായത് a എന്ന് പറയുന്നത് √25, നത്തിങ് ബട്ട് +or-5 എന്ന് കിട്ടും. അതുപോലെ b² എന്ന് പറയുന്നത് 9 ആണ്. സോ b എന്ന് പറയുന്നത് √9, ദാറ്റ് ഈസ് ഈക്വൽ ടു +or-3 എന്ന് കിട്ടും. സോ ലെന്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. സോ വി ക്യാൻ ടേക്ക് 5 ആസ് വെൽ ആസ് 3. സോ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ലെന്ത് ഓഫ് ദ മേജർ ആക്സിസ് കണ്ടുപിടിക്കാം. ലെന്ത് ഓഫ് മേജർ മേജർ ആക്സിസിന്റെ ലെന്ത് എന്താണ്? മേജർ ആക്സിസിന്റെ ലെന്ത് വരും 2a. എയുടെ വാല്യൂ എന്താണ്? 5. സോ 2 × 5 എന്ന് പറയുമ്പോൾ 10 എന്ന് കിട്ടും. അതുപോലെ ലെന്ത് ഓഫ് ദ മൈനർ ആക്സിസ് ചോദിച്ചത് നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ലെന്ത് ഓഫ് ദ മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2b എന്ന് വരും. ദാറ്റ് ഈസ് 2 × 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. 2 × 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. സോ മേജർ ആക്സിസിന്റെ ലെന്ത് എന്ന് പറയുന്നത് 2a വന്നു, മൈനർ ആക്സിസിന്റെ ലെന്ത് 2b എന്ന് വന്നു. നമ്മളത് കണ്ടുപിടിച്ചു. ദെൻ ഈ പറയപ്പെടുന്ന ആക്സിസുമായിട്ട് മേജർ ആക്സിസ് എലിപ്സ് മേജർ ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇതിന്റെ എന്ന് പറയുന്നത് അതിന്റെ വെർട്ടിസസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വുഡ് ബി ഈക്വൽ ടു വെർട്ടിസസ് എന്ന് പറയുന്നത് vertices equal to
പ്ലസ് ഓർ മൈനസ് A0. വെർട്ടിസസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് A0. എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ എന്ന് പറഞ്ഞ 5 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? പ്ലസ് ഓർ മൈനസ് 50 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വെർട്ടിസസും കണ്ടുപിടിച്ചു. ഇനി അടുത്തെന്ന് പറയുന്നത് എലിപ്സിന്റെ ഫോക്കസ് ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് ബേസിക്കലി മേജർ ആക്സിസിൽ ഒറിജിനും അതുപോലെ തന്നെ വെർട്ടിസസിനും ഇടയിലായിട്ട് വരും. സോ ഇവിടെയാണ് ഇത് വരിക. അതിന്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് C,0, ഇവിടെ -C,0 എന്ന് വരും. ഇനി നമുക്ക് സി എങ്ങനെ കണ്ടുപിടിക്കാം? സി കണ്ടുപിടിക്കാനായിട്ട് സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് A² മൈനസ് B² എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് A²ന്റെ വാല്യൂ എത്രയാണ്? A² വാല്യൂ 25. 25 മൈനസ് 9 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16 ഈക്വൽ ടു 4. പ്ലസ് ഓർ മൈനസ് 4 ലെന്ത് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കുന്നു. സോ അങ്ങനെയാണ് എങ്കിൽ ഫോസൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് C0 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 40 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഫോസൈ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ലാറ്റക്സ് റെക്ടം. ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്ടം. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. 2b² ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം ഈക്വൽ ടു 2b² ഡിവൈഡ് ബൈ a ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ ഇതെന്ന് പറയുന്നത് 2 ഇൻറ്റു B²ന്റെ വാല്യൂ. എന്താണ് B²ന്റെ വാല്യൂ? B²ന്റെ വാല്യൂ 9 ആണ്. 2 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9 ഡിവൈഡ് ബൈ എയുടെ വാല്യൂ എന്ന് പറഞ്ഞ 5 കിട്ടി. സോ 18 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടി. ഇനി ഒരു കാര്യം കൂടിയാണ് ചോദിക്കാവുന്നത്. ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു എസെൻട്രിസിറ്റി. എസെൻട്രിസിറ്റി ഈക്വൽ ടു E ഈസ് ഈക്വൽ ടു C ബൈ A. സിയുടെ വാല്യൂ എന്ന് പറയുന്ന 4, എയുടെ വാല്യൂ 5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5. That is equal to 4/5. സോ നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു. നമ്മൾ നോക്കിയേ, എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ടുള്ള എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x² ബൈ A² പ്ലസ് y² ബൈ B² ഈക്വൽ ടു 1 എന്ന് കിട്ടും. എയുടെ വാല്യൂ എപ്പോഴും ബിയേക്കാൾ വലുതായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ മേജർ ആക്സിസിന്റെ ലെന്ത് ഓഫ് ദ മേജർ ആക്സിസിന്റെ ലെന്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2a. മൈനർ ആക്സിസിന്റെ ലെന്ത് എന്ന് പറയുന്നത് 2b. എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എസെൻട്രിസിറ്റി E ഈക്വൽ ടു C ബൈ A. അപ്പൊ സി എങ്ങനെ കണ്ടുപിടിക്കും? സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് A² മൈനസ് B² എന്ന് കണ്ടുപിടിക്കാം. അതുപോലെ ലാറ്റസ് റെക്ടത്തിന്റെ ലെന്ത് ഈക്വൽ ടു 2b² ഡിവൈഡഡ് ബൈ A. രണ്ട് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. ഫോസൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് C0. അതുപോലെ വെർട്ടിസസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് A0. വെർട്ടിസസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് A0. നമുക്ക് ഇങ്ങനെ ചോദിക്കുന്ന ഒരു എലിപ്സിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന ഒരു എലിപ്സിന്റെ ഫുൾ ഡീറ്റെയിലുകൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നേരെ മറിച്ച് വൈ ആക്സിസ് ആണ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സിന്റെ ഡീറ്റെയിലുകൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.